പിറവം സെന്റ് ജോസഫ് ഹൈസ്കൂൾ മുൻ PTA പ്രസിഡന്റ് ബിജു തങ്കപ്പൻ, ഇപ്പോഴത്തെ PTA പ്രസിഡന്റ് പ്രസാദ്, ആറ്റിങ്ങൽ സ്വദേശി രാകേഷ്, പിറവം സ്വദേശിയായ അലേഷ് എന്നിവരാണ് പിടിയിലായത്. ഈ മാസം 31-ാം തീയതി വിരമിക്കുന്ന പ്രധാന അധ്യാപകനെതിരെ വിദ്യാഭ്യാസ വകുപ്പിന് കൊടുത്ത പരാതികൾ പിൻവലിക്കാനായി 15 ലക്ഷം രൂപയാണ് സംഘം ആവശ്യപ്പെട്ടത്. പണം നൽകിയില്ലെങ്കിൽ പെൻഷൻ അടക്കമുള്ള ആനുകൂല്യങ്ങൾ തടഞ്ഞുവെക്കുമെന്നും വിദ്യാഭ്യാസ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥൻ വഴി നടപടി സ്വീകരിക്കുമെന്നായിരുന്നു സംഘത്തിന്റെ ഭീഷണി. തുടർന്ന് എറണാകുളം റേഞ്ച് SP ശശിധരന് ലഭിച്ച പരാതിയെ തുടർന്നായിരുന്നു വിജിലൻസ് സംഘം ഇവരെ പിടികൂടിയത്. സംഘം ആവശ്യപ്പെട്ട 15 ലക്ഷത്തിൽ നിന്നും ആദ്യ ഗഡുവായി 2 ലക്ഷം രൂപയാണ് കൈക്കൂലിയായി വാങ്ങിയത്. തിരുവനന്തപുരത്തെത്തി പണം കൈമാറാനായിരുന്നു സംഘം അധ്യാപകനോട് ആവശ്യപ്പെട്ടത്. തുടർന്ന് വിവിധ സ്ഥലങ്ങൾ മാറി ഒടുവിൽ വെഞ്ഞാറമൂട് ഇന്ത്യൻ കോഫി ഹൗസിൽ വച്ച് പണം കൈമാറുന്നതിനിടയിൽ വിജിലൻസ് സംഘം ഇവരെ പിടികൂടി. ഇത് അന്വേഷിച്ചപ്പോൾ ഇതൊരു പിറവം സെന്റ് ജോസഫ് ഹൈസ്കൂളുണ്ട്, അവിടുത്തെ പ്രധാന അധ്യാപകൻ ഈ 31-ാം തീയതി വിരമിക്കുകയാണ്. അദ്ദേഹത്തിനെതിരായിട്ട് വിദ്യാഭ്യാസ വകുപ്പിൽ പലപ്പോഴായിട്ട് പരാതി കൊടുത്തിട്ടുണ്ട്. ഈ പരാതി പിൻവലിക്കുന്നതിന് 15 ലക്ഷം രൂപ ആവശ്യപ്പെട്ടു. പൈസ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ പെൻഷൻ തടഞ്ഞു വെക്കുന്നു, ആനുകൂല്യങ്ങൾ തടഞ്ഞു വെക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ട്രിവാൻഡ്രത്തെ ഒരു വിദ്യാഭ്യാസ വകുപ്പിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ വഴി നടപടി സ്വീകരിക്കുമെന്നൊക്കെ പറഞ്ഞുള്ള ഭീഷണിപ്പെടുത്തലാണ്. 15 ലക്ഷം രൂപയാണ് ഇവർ ആവശ്യപ്പെട്ടത്. അതിനകത്തിപ്പോൾ 2 ലക്ഷം രൂപ അതിൻ്റെ ആദ്യ ഗഡു കൈമാറുന്ന വേളയിലാണ് ഇപ്പോൾ വെഞ്ഞാറമൂട് വെച്ച് നമ്മളിവരെ അറസ്റ്റ് ചെയ്തത്. വിദ്യാഭ്യാസ വകുപ്പിലെ ഉന്നതനായി ചമഞ്ഞ രാകേഷ് ബൈക്ക് ഷോറൂം മാനേജറാണ്. ഇവർ സഞ്ചരിച്ച കാറും വിജിലൻസ് കസ്റ്റഡിയിലെടുത്തു. പ്രതികളെ എറണാകുളം വിജിലൻസ് ആസ്ഥാനത്ത് കൊണ്ടുപോകും. 2 DYSPയുടെ നേതൃത്വത്തിൽ 20 അംഗ സംഘമാണ് പ്രതികളെ പിടികൂടിയത്. സി മലയാളം ന്യൂസ്, തിരുവനന്തപുരം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.